ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വള്ളിപ്പയർ നടുന്ന വീഡിയോ ആണ് കേട്ടോ. വള്ളിപ്പയർ നടാനായിട്ട് നമ്മൾ കുറേ സ്ഥലം കൊത്തി ഇളക്കി ഒരു 7 ദിവസം മുമ്പ് ഡോളോമേറ്റ് ഒക്കെ ഇട്ട് കൊത്തി ഇളക്കി ഇട്ടിരിക്കുന്ന സ്ഥലമാണ്, നനച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ വള്ളിപ്പയർ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വള്ളിപ്പയറിൻ്റെ വിത്തുകൾ ഞാൻ ഇതേപോലെ സ്യൂഡോമോണസ് ലാനിയിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഒത്തിരി നേരം ഒന്നും കുതിർത്തിയിട്ടില്ല, കാരണം പറഞ്ഞാൽ ഇത് നമ്മുടെ ഹൈബ്രിഡ് വിത്തുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് സ്യൂഡോമോണസ് ലായനിയിൽ 1 മണിക്കൂർ നേരം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ വിത്തുകളാണ് നമ്മൾ നടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വള്ളിപ്പയർ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന സമയമാണ് കേട്ടോ. വള്ളിപ്പയർ കുറ്റിപ്പയറൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാം. എങ്കിൽ പോലും വള്ളിപ്പയർ നല്ല രീതിയിൽ ഉണ്ടാകുന്ന സമയമാണ് കേട്ടോ. ഇപ്പോൾ വയലറ്റ് വള്ളിപ്പയർ, അതുമാതിരി പച്ച വള്ളിപ്പയർ, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് വള്ളിപ്പയറുകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ മണ്ണുകൾ കുത്തി ഇളക്കുക. അതിൽ കുമ്മായോ അല്ലെങ്കിൽ ഡോളോമേറ്റോ ഇട്ട് മണ്ണൊന്ന് അതിൻ്റെ pH ഒന്ന് കറക്റ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഒരാഴ്ച, കുമ്മായ ആണെങ്കിൽ ഒരു 15 ദിവസവും ഡോളോമേറ്റ് ആണെങ്കിൽ ഒരു 7 ദിവസവും കഴിഞ്ഞിട്ട് നമ്മൾ വിത്തുകൾ നടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് കണ്ടോ, നമ്മുടെ ഇത്രയും ഭാഗത്തേക്കാണ് കേട്ടോ ഞാൻ വിത്തുകൾ നട്ടു കൊടുക്കുന്നത്. നല്ല രീതിയിൽ കൊത്തി ഇളക്കുക. നമ്മുടെ സൈഡ് വഴിയെല്ലാം നമ്മൾ ചാക്കിൽ ചേന നട്ടിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കുറേ ഭാഗം കൊത്തി ഇളക്കി മണ്ണൊക്കെ കൊത്തി ഇളക്കിയിട്ട് ഡോളോമേറ്റൊക്കെ ഇട്ട് കൊത്തി ഇളക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ടേക്ക് ഇതേ വെള്ളം നല്ല രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നന്നായിട്ട് നനച്ചു കൊടുക്കണേ. രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം പറഞ്ഞാൽ നല്ല വെയിലല്ലേ ഈ സമയത്ത്. അപ്പോൾ ഇതേപോലെ നനച്ചു കൊടുത്തതിന് ശേഷം വേണം നമുക്ക് വീണ്ടും ഇതിലോട്ട് വിത്തുകൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ വിത്തുകൾ ഇട്ടാലും നമ്മൾ രാവിലെയും വൈകിട്ടും ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ നമുക്കൊന്ന് നനച്ചു കൊടുക്കാം. ഇത്രയും ഭാഗം നമ്മൾ കൊത്തി ഇളക്കിയിട്ടിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് എന്തെങ്കിലും വളമൊക്കെ ചേർത്തിട്ട് ഒന്ന് നമുക്ക് വിത്തുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർക്കാനായിട്ട് പോണത് സ്റ്റെറാമീലാണ്. ഇത് കണ്ടോ, സ്റ്റെറാമീൽ. ഇത് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സ്റ്റെറാമീൽ എന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക് എല്ലാം കൂടി മിക്സാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ അടുത്ത് ചാണകപ്പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അല്ല, എന്തെങ്കിലും ജൈവവളം ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ വിത്തുകൾ, എന്നാലാണ് വിത്തുകൾ നല്ല കരുത്തോടെ വളർന്നു വരുള്ളൂ. നമുക്കിതെല്ലാത്തിനും കുറേശ്ശെ വളമൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് ശേഷം നമുക്കിതിലോട്ട് വിത്തുകളൊന്ന് പാകി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 വിത്തുകൾ വെച്ചിട്ടാണ് കേട്ടോ നട്ടു കൊടുക്കുന്നത്. രണ്ടോ മൂന്നോ വിത്തുകൾ വെച്ചിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. എന്നുവെച്ചാൽ ചിലപ്പോൾ എല്ലാ വിത്തുകളും നമുക്ക് മുളച്ചോളണമെന്നില്ലല്ലോ. അപ്പോൾ ഒരു 3 വിത്ത് വെച്ച് നട്ടാലും കുഴപ്പമൊന്നുമില്ല. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ തിങ്ങിപ്പോവുമല്ലോ. അപ്പോൾ നമുക്ക് ഇതേ രൂപത്തിൽ ഇതിലെല്ലാത്തിലും നമുക്ക് വിത്തുകൾ ഇട്ട് കൊടുക്കാം. ഒരു 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് വിത്തുകളെല്ലാം മുളച്ച് വരും. അതിനുശേഷം ഇലകളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കിതിലോട്ട് വീണ്ടും വളങ്ങൾ ഇട്ട് മൂടി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഞാൻ വള്ളിപ്പയർ നട്ടു കൊടുക്കുന്നത്. വള്ളിപ്പയർ നടുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വളർന്നു വന്ന് കഴിയുമ്പോൾ നമുക്കത് വള്ളി കയറി പോകാനായിട്ട് എന്തെങ്കിലും കമ്പുകൾ കുത്തി കൊടുക്കുമോ, അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് നമ്മൾ നെറ്റുകൾ കെട്ടിക്കൊടുക്കുമോ, അങ്ങനെ സൗകര്യമുള്ള സ്ഥലത്ത് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ പിന്നെ നല്ല വെയിലും വേണം. നല്ല രീതിയിൽ വെയിലുണ്ടെങ്കിലാണ് പയർ നന്നാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെല്ലാ 15 ദിവസം കൂടുമ്പോഴും എന്തെങ്കിലും വളമിട്ട് മൂടി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിത്തുകൾ വളമൊക്കെ ഇട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും, 3-4 ദിവസം ആകുമ്പോഴേക്കും 2 ഇല പരുവാവും. ഒരു 4-5 ഇല ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ആദ്യത്തെ വളം വീണ്ടും ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു 15 ദിവസം 15 ദിവസം കൂടുമ്പോൾ നമ്മൾ വളം ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ വള്ളിപ്പയർ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വള്ളിപ്പയർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്